ഇതിന്റെ ഇന്റർഫേസിന്റെ കളർ എങ്ങനെ മാറ്റാം എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. ചിലർക്ക് കണ്ണിന് പ്രശ്നമുള്ളവർക്ക് ചില കളറുകൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടായിട്ട് തോന്നും. അതിനാൽ നമുക്ക് ഈ ഇന്റർഫേസിന്റെ കളർ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതെന്ന് നമുക്ക് പഠിക്കാം. അതിനുവേണ്ടി കസ്റ്റമൈസിൽ പോവുക, കസ്റ്റം UI ആൻഡ് ഡിഫാൾട്ട് സ്വിച്ചർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ മാക്സിലാണോ ആക്റ്റീവായി കിടക്കുന്നത് നോക്കുക. അതിനുശേഷം മറ്റൊരു കളർ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇതിനകത്ത് ആം ഡാർക്ക് എന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ആം ഡാർക്ക് സെലക്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഈ കളർ വരും. നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ചൂസ് ചെയ്ത് എടുക്കാൻ കഴിയും. വേണ്ട കളർ നിങ്ങൾക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് എടുക്കാൻ കഴിയും. ഞാനിപ്പം ആംഡ് ലൈറ്റ് കൊടുക്കുകയാണ്. ആംഡ് ഡാർക്ക് കൊടുക്കാം. നമുക്ക് ആംഡ് ഡാർക്ക് കൊടുത്തിട്ട് സെറ്റ് കൊടുക്കുക. ഇത് ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പ്ലീസ് വെയിറ്റ് എന്ന് കാണുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുക. വന്നതിന് ശേഷം മാത്രം മാറ്റുക. The default setting will take effect the next time you restart 3DSMax. ഓക്കെ കൊടുക്കുക. ഈ രീതിയിൽ വന്നു കഴിഞ്ഞു. ഒരു പക്ഷേ ഇത് വന്നില്ല എങ്കിൽ നിങ്ങൾ എപ്പോഴാണോ 3DSMax പോയിട്ട് റീസെറ്റ് ചെയ്യുന്നത്, റീസെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ കളർ അപ്ലൈ ആയി കിട്ടുന്നതാണ്. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കളർ അപ്ലൈ ആയി കിട്ടിയിട്ടുണ്ട്. ചില സമയത്ത് അങ്ങനെ കളർ വന്നില്ല എന്നുണ്ടെങ്കിൽ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കളർ കിട്ടുന്നതായിരിക്കും. ഓക്കെ, എനിക്ക് ബ്ലാക്ക് കളർ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ തിരിച്ച് എൻ്റെ പഴയ കളറിലേക്ക് പോവുകയാണ്. കസ്റ്റമൈസർ, കസ്റ്റം UI ആൻഡ് ഡിഫാൾട്ട് സ്വിച്ചർ, ആം ലൈറ്റ് ഞാൻ ചൂസ് ചെയ്യാണ്. സെറ്റ് കൊടുക്കുകയാണ്. ഓക്കെ കൊടുക്കുക. എനിക്ക് വേണ്ട കളറ് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഇതാണ് നമുക്ക് കണ്ണിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ കളർ ചേഞ്ച് ചെയ്ത് വർക്ക് ചെയ്യാൻ സാധിക്കും. ഇനി മറ്റൊരു കാര്യം നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത് പ്രസ്ഡ് ബട്ടൺസിന്റെ കളർ എങ്ങനെ മാറ്റാം. നമ്മൾ ഈ ബോക്സിൽ ക്ലിക്ക് ചെയ്യാണ്. എൻ്റെ ഈ കളർ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ബോക്സ് എന്ന് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. മറ്റേതെങ്കിലും ഒരു കളറാണ് ഇവിടെ ചൂസ് ചെയ്തിരുന്നതെങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബോക്സ് എന്നുള്ള ലെറ്റർ ചിലപ്പം കാണാൻ കഴിഞ്ഞില്ലെന്ന് വരും. അതുകൊണ്ട് നമുക്ക് ഈ കളർ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി കസ്റ്റമൈസിൽ പോവുക, കസ്റ്റം യൂസർ ഇന്റർഫേസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അല്പസമയം എടുക്കും വരാനായിട്ട്. അതിനുശേഷം ഇവിടെ വന്നിട്ട് നിങ്ങൾ ഈ കളർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഫസ്റ്റ് വരയിൽ ഒന്നും ചെയ്യേണ്ട, സെക്കൻഡിൽ വരിക. സെക്കൻഡിൽ വന്നിട്ട് താഴേക്ക് നീക്കുക. ഇതിനകത്ത് പ്രസ്ഡ് ബട്ടൺ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. പ്രസ്ഡ് ബട്ടൺ. ഓക്കെ, അതിനുശേഷം ഈ കളറിൽ ക്ലിക്ക് ചെയ്യുക. ഈ കളറിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ നിങ്ങൾ ഇവിടെ ചൂസ് ചെയ്യുക. ഞാൻ തൽക്കാലത്തേക്ക് ഈ കളർ സ്യാൻ കളർ കൊടുക്കുകയാണ്. ഓക്കെ കൊടുത്തു. ഓക്കെ, അതിനുശേഷം അപ്ലൈ കളേഴ്സ് നൗ. അപ്ലൈ കളേഴ്സ് നൗ എന്നുള്ള ഇത് കൊടുത്തു. അതിനുശേഷം റീസെറ്റ് ചെയ്യുക. If you continue, you will lose all changes you made to your menus since you are this section. ഇത് ഈ ഓപ്ഷൻ വരുന്നുണ്ട്. നമ്മൾ ഇതിലൊന്നും ചെയ്തിട്ടില്ലാത്തതുകൊണ്ട്, വർക്കൊന്നും ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് യെസ് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ബട്ടൺ ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ എഴുതിയിരിക്കുന്ന ലെറ്റേഴ്സ് നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഓക്കെ, ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങളുടെ കണ്ണിന് കാണാൻ കഴിയുന്ന രീതിയിൽ നിങ്ങൾക്ക് കളർ ചൂസ് ചെയ്യാം. നിങ്ങൾ ഏത് കളർ കൊടുത്താൽ കാണില്ല, നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം.
ഞാൻ എൻ്റെ പഴയ കളർ വീണ്ടും സെറ്റ് ചെയ്യാണ്. കസ്റ്റമൈസിൽ കസ്റ്റം യൂസർ ഇന്റർഫേസ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കളർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴേക്ക് വന്ന് പ്രസ്ഡ് ബട്ടൺ എന്നുള്ള ഓപ്ഷനിൽ പ്രസ്ഡ് ബട്ടൺസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. കളറിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് നമ്പർ അടിച്ചു കൊടുത്ത് നമുക്ക് കളർ സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഏതെങ്കിലും കളർ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കളർ സെറ്റ് ചെയ്യാൻ പറ്റും. ഞാനൊരു കളർ, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ ഞാൻ അടിച്ചു കൊടുക്കുകയാണ്. 238 റെഡ്, ഗ്രീൻ, ബ്ലൂവിന്റെ വാല്യൂ, ഹ്യൂ, സാച്ചുറേഷൻ വാല്യൂ നമുക്ക് അടിച്ചു കൊടുക്കാം. 238 ഇഷ്ടപ്പെട്ട 204 കൊടുക്കുന്നു. അടുത്ത ഞാനൊരു 85 കൊടുക്കുന്നു. ഇത് ആൾറെഡി ഇവിടെ ഇത് കൊടുത്തപ്പോൾ ഈ കളർ ആൾറെഡി ചേഞ്ച് ആയി. അതിനുശേഷം ഓക്കെ കൊടുക്കുന്നു. അതിനുശേഷം അപ്ലൈ കളേഴ്സ് നൗ കൊടുക്കുന്നു. അതിനുശേഷം റീസെറ്റ് കൊടുക്കുന്നു. യെസ് കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് ഇത് ക്ലോസ് ചെയ്യാവുന്നതാണ്. ഈ രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കളർ നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു.